ഹായ് ഹലോ, ദില്ലിയിലെ പുതിയ കാഴ്ചകളായിട്ട് പുതിയ വീഡിയോയിൽ ഞാൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് ദില്ലി സ്ഫോടനത്തെക്കുറിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇന്ത്യ ഗേറ്റിലായിരുന്നു, അതും തൊട്ടടുത്താണ് സ്ഫോടനം നടന്നത്. ആകെപ്പാടെ പേടിച്ചൊരു ദിവസമായിരുന്നു ആ ഒരു ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര ഞങ്ങൾക്ക് നടക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. എന്തെങ്കിലും ചെക്കിങ്ങും കാര്യങ്ങളും റെസ്ട്രിക്ഷൻസൊക്കെ വരുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ പോകുന്നത് ആഗ്രയിലേക്കാണ്. അപ്പോൾ ആഗ്രയിലേക്ക് നമ്മൾ ട്രെയിൻ മോർണിംഗ് 5 മണിക്കുള്ള ട്രെയിൻ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തലേ ദിവസം ദില്ലിയിൽ സ്ഫോടനം നടന്നതുകൊണ്ട് തന്നെ ഇത് നടക്കുമെന്നൊരു ഇതുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല. ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും നന്നായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് പിറ്റേന്ന് തന്നെ ട്രെയിനൊക്കെ പോകാമെന്ന് കരുതി. ബുക്കിംഗ് ചെയ്തതല്ലേ, അപ്പോൾ പിന്നെ എന്തായാലും പോകാമെന്നൊക്കെ കരുതി ഞങ്ങൾ രാവിലെ 3 മണിയൊക്കെ ആയപ്പോൾ വെളുപ്പിന് അവിടുന്ന് ക്വാർട്ടേഴ്സിൽ നിന്ന് പോന്ന് അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആഗ്രയെ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പോവാണ്. അടിപൊളി. അങ്ങനെ നമ്മൾ ആഗ്രയിൽ ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും എത്തി. പിന്നെ നമ്മൾ വണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. വണ്ടി എന്ന് പറഞ്ഞാൽ കുട്ടേട്ടനും സരീഷേട്ടനും വണ്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് അവരവിടെ നിന്ന് അപ്പുറത്ത് പോയിട്ട് വണ്ടി വിളിച്ച് വന്നു. അതൊരു പാക്കേജ് തന്നെയായിരുന്നു. നമ്മളെ ഇന്ന സമയത്ത് 9 മണി തൊട്ട് ഒരു 5 മണി ഒക്കെ ആ സമയമാകുമ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ തിരിച്ചെത്തിക്കും അവർ ഇത്രയും സ്ഥലങ്ങൾ കാണിച്ചിട്ട്. അപ്പം താജ്മഹൽ, ആഗ്ര കോട്ട, അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചിട്ട് നമ്മളെ തിരിച്ചെത്തിക്കും. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ചായയൊക്കെ കുടിച്ചു, നല്ല മസാല ദോശയൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങൾ യാത്രയായി. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളിത് താജ്മഹലിൻ്റെ മുന്നിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. താജ്മഹൽ കാണാനുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് ആഗ്രയിലേക്ക് വന്നത്. എന്താ പറയുക, ചിത്രങ്ങളിലും അതേപോലെ സ്വപ്നങ്ങളിലൊക്കെ കണ്ട ആ ഒരു സംഭവം നേരിട്ട് കാണാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഒന്ന് വേറെ തന്നെയായിരുന്നു കേട്ടോ. എന്തായാലും കാണാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷവും വലിയ എന്താ പറയുക, അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഞാൻ എൻ്റെ ഏട്ടനോട് തന്നെയാണ് കേട്ടോ. കാരണം താജ്മഹലൊക്കെ ഞാൻ നേരിട്ട് കാണാൻ കഴിയുന്നുണ്ട് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുള്ള കാര്യമല്ല. അതിന് എനിക്ക് അവസരം ഒരുക്കി തന്നത് എൻ്റെ കുട്ടേട്ടനാണ്. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല കേട്ടോ. അപ്പം എന്തായാലും കാണാൻ കഴിഞ്ഞു, സന്തോഷം. आगे താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകം ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഒരു കാലിൽ നമുക്കൊരു കവറ് തരും. ചെരുപ്പിട്ടിട്ടൊന്നും കയറാൻ പറ്റില്ല. കവറ് തരുമെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് അത് വാങ്ങിക്കണം. അത് വാങ്ങിച്ചിട്ട് അങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. പിന്നെ ഉള്ളിൽ ഫോണ്, ക്യാമറ ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മൾ പോയത് ഇവിടെ ആഗ്ര കോട്ടയിലേക്കായിരുന്നു. അപ്പോൾ വണ്ടി വിളിച്ച് അവർ വന്ന് അങ്ങനെ അങ്ങോട്ട് പോയി.
Ready? 1, 2, 3. Stop. 1, 2, 3. Mati. फोर्ट देखने जा रहे हैं इस पूरे फोर्ट को बनने में 90 जनरेशन बाय जनरेशन फोर्ट को मॉडिफाई किया ആഗ്രാകോട്ടയിൽ നമ്മൾ ഇറങ്ങിയതിന് ശേഷം പിന്നെ അവിടെ അടുത്ത് ഒരു ബേബി താജ് എന്ന് പറഞ്ഞ താജ്മഹലിൻ്റെ പോലെ തന്നെ ഒരു സ്മാരക സൗധം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കാണ് പിന്നെ നമ്മൾ പോയത്. അത് ശരിക്കും പറഞ്ഞാൽ നൂർജഹാൻ്റെ ഫാദറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സ്മാരകമാണ്. മറ്റേത് ഷാജഹാൻ നല്ല മുംതാസിന് വേണ്ടിയിട്ട് പ്രണയത്തിൻ്റെ പ്രതീകമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ ഇത് നൂർജഹാൻ ഇദ്മത്ത് ഉദ്ദൗള എന്ന് പറഞ്ഞ നൂർജഹാൻ്റെ ഫാദറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണെന്നാണ്, അവരുടെ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് ഉണ്ടാക്കിയ ഒരു സ്മാരകമാണെന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് അതിൻ്റെ വലിയ ഐതിഹ്യങ്ങളൊന്നും അറിയില്ല. അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ ഞങ്ങളെ ഡ്രൈവർ കറക്റ്റ് ടൈമായപ്പോൾ ഏതോ ഒരു ഹോട്ടലിൽ കൊണ്ടുവന്ന് നിർത്തി തന്ന്. അങ്ങനെ അവിടുത്തെ റൈസും സാമ്പാറും റൊട്ടിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളൊരു അമ്പലം കാണാൻ വേണ്ടിയിട്ട് പോയി. പക്ഷേ അവിടെ അടച്ചു പൂട്ടിയതുകൊണ്ട് കാണാൻ പറ്റിയില്ല. പിന്നെ അന്നപ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ അവർ കൊണ്ടുവിട്ടു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ കുറച്ച് നേരം തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരത്തെ ആയിപ്പോയി. 7 മണിക്കായിരുന്നു നമ്മുടെ വണ്ടി ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിലുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഫോണിൽ ചാർജ് കുറവായിരുന്നു. പിന്നെ വണ്ടിയിൽ കയറിയിട്ട് ചാർജ് കയറ്റിയതിന് ശേഷം പിന്നെ വീഡിയോസൊക്കെ എടുത്തത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ നമ്മൾ സേഫായിട്ടൊരു 10-10:30 ആയപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റ.